ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ പൽക്കാലം എവിടെയായിരിക്കുന്ന കർദാസന്മാർ മറ്റും കൂടി വന്നതായ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി നിങ്ങളുടെ മധ്യേ കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ കൃപ നൽകിയ ദൈവത്തിൻ്റെ സർവ്വമഹത്വവും അർപ്പിക്കുന്നു. അതിനായിട്ട് ക്ഷണിച്ച പ്രിയ പുനരാജ പാസ്റ്ററോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേക സുവിശേഷത്തിൻ്റെ വാതിലുകളൊക്കെയും അടഞ്ഞുകൊണ്ടിരിക്കുന്നതായ ഈ കാലഘട്ടത്തിലും തമിഴ്നാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലും മലപ്രദേശങ്ങളിലൊക്കെ കടന്നു ചെന്ന് കർത്താവിൻ്റെ വേലയുടെ വ്യാപ്തിക്കായിട്ട് സഭകൾ പണിയുവാൻ, അനേക മിഷണറിമാരെ കൈത്താങ്ങുവാൻ, അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാനൊക്കെയും പ്രിയ കർദാസനെ ദൈവം ഉപയോഗിക്കുന്നല്ലോ. ഇനി അധികമായിട്ട് ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം ദൈവം പ്രിയ പാസ്റ്റർ അധികമായി ഉപയോഗിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. സന്തോഷമുള്ള എല്ലാവരും ചേർന്ന് കരങ്ങളെ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം ഇവിടെ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ഓരോ ദിവസവും നാം ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നാം ഒത്തിരി ദൈവത്തിന് നന്ദി പറയണം. കാരണം ഇന്ന് ഈ ഭൂമുഖത്ത്, ഈ ലോകത്ത് നമുക്ക് നോക്കിയാൽ അനേക അപകടങ്ങൾ, അനേക രോഗങ്ങൾ, എപ്പോഴാണ് ഒരു വ്യക്തിക്ക് എന്ത് സംഭവിക്കുന്നു എന്നൊന്നും അറിയാത്തതായ ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. അപ്പോൾ നാം ഓരോ ദിവസവും ഒത്തിരി ദൈവത്തിന് നന്ദിയുള്ളവരായി കാണപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരണം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിനൊരു ടെക്സ്റ്റൈൽ ഷോപ്പുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ഇപ്പം ഞങ്ങളുടെ കടയിൽ സ്റ്റാഫായിട്ട് നിന്ന ഒരു സഹോദരൻ, ഒരു അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസി സഹോദരൻ, രാത്രി കടയിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നാളെ കാണാമെന്ന് പറഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് യാത്രയായി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴറിയുന്നത് ആ പ്രിയ സഹോദരൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നാണ്. അപ്പം നമുക്കതുകൊണ്ട് നമ്മളെക്കുറിച്ച് ഒരു ഗ്യാരൻറ്റിയും ഇല്ലാത്തതായ ഒരു കാലഘട്ടത്തിലാണ് നാം ഈ ദിവസങ്ങളിൽ ഈ ഭൂമുഖത്തായിരിക്കുന്നത്. ഏത് സമയത്ത് എന്ത് വേണോ നമുക്ക് സംഭവിക്കാം, എന്ത് രോഗം വേണോ നമ്മളെ ബാധിക്കാം. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നാം ആയിരിക്കുമ്പോൾ നാം ദൈവസന്നിധിയിൽ ഓരോ ദിവസങ്ങളും അധികമായിട്ട് നന്ദിയുള്ളവരായി, ദൈവത്തെ കൂടുതലായിട്ട് അറിയുവാൻ ആഗ്രഹിക്കുന്നവരായി, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരായി, ഈ ഭൂമിയിൽ ഒരായുസ് നമുക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം നാം ഓരോരുത്തരും ശ്രമിക്കുകയും അപ്രകാരം ജീവിക്കാൻ തക്കവണ്ണം ദൈവം ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. എനിക്കറിയാം ഇന്നിവിടെ ആയിരിക്കുന്നതായ ഓരോ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നതിൻ്റെ പിന്നിൽ ഓരോ ഉദ്ദേശങ്ങളുണ്ടാകാം, ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടാകാം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് അനേക നാളുകളായിട്ട് പ്രാർത്ഥിക്കുന്നതായ വിഷയങ്ങളുണ്ടാകാം. അപ്പോൾ അതൊക്കെയും നമുക്ക് ദൈവസന്നിധിയിൽ ഒന്നുകൂടെ ഓർക്കുവാൻ തക്കവണ്ണം ദിവസങ്ങളിടെയായി തീരട്ടെ. നാം ദൈവസന്നിധിയിൽ ഒഴുക്കുന്ന കണ്ണുനീരൊന്നും ഒരിക്കലും വൃഥാവല്ല. നാം ഒരു തുള്ളി കണ്ണുനീർ ദൈവസന്നിധിയിൽ ഒഴുക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെയും ഇരട്ടിയായി പ്രതിഫലം സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് നൽകുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ഒരു ചില നിമിഷങ്ങൾ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്താം, നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം, നമ്മുടെ ഓരോ വിഷയങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഇന്നയോളം ദൈവം നമ്മെ നടത്തിയതിനോർത്ത് നമുക്ക് നന്ദി പറയാം. എത്രയോ രാത്രികൾ നാം ഉറക്കം വരാതെ നമ്മുടെ വിഷയങ്ങളുമായിട്ടൊക്കെ ദൈവസന്നിധിയിലായിരുന്നിട്ടുണ്ടാവാം. എത്രയോ രാത്രികൾ നാം കരഞ്ഞുകൊണ്ടായിരിക്കാം ദൈവസന്നിധിയിൽ ഉറങ്ങുവാനൊക്കെയും ഇടയായത്. പക്ഷെ അവിടെയൊക്കെയും ദൈവം നമ്മളെ താങ്ങിയില്ലേ, ദൈവം നമ്മളെ നടത്തിയല്ലേ. അതൊക്കെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഒരു ചില നിമിഷങ്ങൾ ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം.
ഒന്നിനും കുറവില്ലാതെ അങ്ങ് ഞങ്ങളെ നടത്തിയതിനായി നന്ദി കർത്താവേ. തുടർന്നും ഞങ്ങളെ അങ്ങ് നടത്തുമാറാകണം. ഓരോ ദിവസവും അങ്ങ് ഞങ്ങളോട് ഇടപെടുമാറാകണം. ഈ പകൽക്കാലവും അങ്ങയുടെ വചനത്തിൽ കൂടെ ഞങ്ങളോട് ഇടപെടുമാറാകണം. അങ്ങയുടെ വചനത്തിൽ നിന്ന് സംസാരിപ്പാൻ തക്കവണ്ണം അടികളെയും ദൈവം സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് വായിക്കാം നഹൂം പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വചനം. നഹൂം പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വചനം. அரணான கோட்டை தம்மை நம்புகிறவர்களை அறிந்திருக்கிறார். ഹല്ലേലൂയ. ഒരു അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് നാം ഇവിടെ വായിച്ച് കേട്ടത്. എല്ലാവരും എടുത്തായിരുന്നോ? നഹൂം പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വചനം. നമുക്കെല്ലാവർക്കും ചേർന്ന് വായിക്കാം. കർത്തർ നല്ലവർ, ഇക്കട്ടു നാളിലെ അരണാന കോട്ടை തമ്മെ നമ്പുகிறவர்களை അറിந்திருக்கிறார். ഹല്ലേലൂയ. ഒരു അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് നാം ഇവിടെ വായിച്ച് കേട്ടത്. പ്രത്യേകിച്ച് നമ്മുടെ ദൈവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ ഒരു 3 ഗുണങ്ങൾ അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള ഒരു 3 കാര്യങ്ങൾ ഈ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ വചനം നമ്മളെപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഓർക്കണം. ഇന്ന് ഈ മെസ്സേജ് കഴിയുമ്പോൾ ഈ വചനം നിങ്ങൾ കാണാതെ പഠിക്കണം. അപ്രകാരം ആ വചനത്തിലുള്ള ഓരോ കാര്യങ്ങളുമാണ് ഈ പൽക്കാലം ഞാൻ നിങ്ങളുടെ മധ്യേ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ 3 കാര്യങ്ങളാണ്. ഞാൻ മലയാളത്തിലാണ് പറയുന്നത്. അപ്പോൾ യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു, തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. അപ്പോൾ 3 കാര്യങ്ങളാണ്. യഹോവ നല്ലവനാണ്, യഹോവ കഷ്ടദിവസത്തിൽ ശരണമാണ്, യഹോവയിൽ ആശ്രയിക്കുന്നവരെ യഹോവ അറിയുന്നു. ഹല്ലേലൂയ. അപ്പം നമുക്കെല്ലാവർക്കും ചേർന്ന് പറയാമോ? യഹോവ നല്ലവനാണ്, യഹോവ കഷ്ടദിവസത്തിൽ ശരണമാണ്, യഹോവയിൽ ആശ്രയിക്കുന്നവരെ യഹോവ അറിയുന്നു. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം യഹോവ നല്ലവനാണ്. നമ്മളെല്ലാവരും പറയും ദൈവം നല്ലവനാണ്, ദൈവം എനിക്ക് നല്ലവനാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നവരാണ്, നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ സങ്കീർത്തനക്കാരനായ ദാവീദ് 34-ാമത്തെ സങ്കീർത്തനം 8-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ. അപ്പം നമ്മൾ യഹോവ നല്ലവനാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കണമെങ്കിൽ, യഹോവ നമുക്ക് തീർച്ചയായിട്ടും നല്ലവനായിട്ട് കാണണമെങ്കിൽ നാം എന്ത് ചെയ്യണം? നാം യഹോവയെ രുചിച്ചറിയുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അപ്പം നാം യഹോവയെ രുചിച്ചറിയുന്നവരാണോ? നിങ്ങൾ എത്ര പേരത് ചിന്തിച്ചിട്ടുണ്ട്? യഥാർത്ഥത്തിൽ യഹോവയെ രുചിച്ചറിഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രമേ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, എല്ലാ പ്രതിസന്ധികൾ, സന്തോഷവേളകൾ, ഏത് സാഹചര്യത്തിലും ദൈവം നല്ലവനെന്ന് പറയാൻ സാധിക്കണമെങ്കിൽ ആ വ്യക്തി യഹോവയെ രുചിച്ചറിഞ്ഞ ഒരു വ്യക്തിയായിരിക്കണം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് മനുഷ്യരുടെ പ്രത്യേകത, മനുഷ്യർ നമ്മളിങ്ങനെ ഓരോരുത്തരെയും കാണുമ്പോൾ അവർ നല്ലവരെന്നൊക്കെ പറഞ്ഞാലും ചില സാഹചര്യങ്ങൾ, ചില സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ മനുഷ്യരുടെ സ്വഭാവത്തിനൊക്കെ ഒത്തിരി മാറ്റങ്ങളുണ്ടാകാം. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവം എന്നും നല്ലവനാണ്. അതിന് എല്ലാവർക്കും നല്ലവനാണ്. ഏത് സാഹചര്യത്തിലും ജീവിതത്തിൽ കടന്നു വരുന്നതായ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും യഹോവ എന്നും നല്ലവൻ തന്നെയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തപ്പോഴും ദൈവം നല്ലവനാണ്, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമ്പോഴും ദൈവം നല്ലവനാണ്. നാം രോഗിയായി തീരുമ്പോഴും യഹോവ നല്ലവനാണ്, അല്ലെങ്കിൽ നമുക്ക് നല്ല സൗഖ്യമുള്ളപ്പോഴും യഹോവ നല്ലവനാണ്. പക്ഷെ നാം ഇങ്ങനെയൊക്കെ യഹോവ നല്ലവനെന്ന് പറയണമെങ്കിൽ ആ യഹോവയെ നാം ഓരോരുത്തരും രുചിച്ചറിയുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ നാം എങ്ങനെയാണ് യഹോവയെ രുചിച്ചറിയുന്നത്? ഇപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് ഇവിടെ ഇരിക്കുന്നിരിക്കട്ടെ, നാം ആ ജ്യൂസിനെ നോക്കിക്കൊണ്ടിരുന്നാൽ അതിൻ്റെ ടേസ്റ്റോ ഒന്നും നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ എപ്പോഴാണ് ആ ജ്യൂസ് കുടിച്ച് നോക്കുന്നത്, അല്ലെങ്കിൽ അത് രുചിച്ച് നോക്കുന്നത്, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൃത്യമായിട്ട് നമുക്കറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് നാം യഹോവയെ രുചിച്ചറിയുമ്പോൾ പിന്നെ നാം യഥാർത്ഥമായിട്ട് യഹോവയെ രുചിച്ചറിയുന്ന വ്യക്തിക്ക് കൃത്യമായിട്ടൊരു കാര്യം മനസ്സിലാവും. മറ്റെന്തിനേക്കാളും യഹോവയെ അറിഞ്ഞ് ആ ഒരു ടേസ്റ്റിനേക്കാളും, ആ ഒരു രുചിയേക്കാളും അതിനെ അധികരിച്ചുള്ള ഒരു രുചി മറ്റൊന്നിനുമില്ല. ഇപ്പം നമ്മൾ ലോകപ്രകാരമായിട്ട് നോക്കിയാലും പല സന്തോഷങ്ങളും മനുഷ്യർക്ക് കിട്ടുമെന്നൊക്കെ തോന്നിയാലും യഥാർത്ഥമായ യഹോവയെ രുചിച്ചറിഞ്ഞ വ്യക്തി യഹോവയിൽ പ്രാപിക്കുന്നതായ ഒരു സന്തോഷം ഒരിക്കലും ലോകത്തിൽ നിന്ന് ലഭിക്കത്തില്ല. ഹല്ലേലൂയ. നമുക്കറിയാം, നമുക്ക് വേദപുസ്തകത്തിലും അപ്രകാരം പലരെയും കാണാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കാം, യോസെഫിൻ്റെ ജീവിതം തന്നെ എടുത്ത് നോക്കിയാൽ
യോസേഫ് അപ്പൻ്റെ ഒരു ഇഷ്ടപുത്രനായിട്ട് ഇളയ പുത്രനായിട്ടൊക്കെ വളർന്നു വരുന്നു. അപ്പോഴത്തേക്കും ഈ അപ്പൻ യോസെഫിന് പകർന്നു കൊടുത്തതായ ചില ദൈവിക രുചികളുണ്ട്, അല്ലെങ്കിൽ ദൈവത്തെ എങ്ങനെയാണ് രുചിച്ചറിയണം എന്നുള്ളത് ഈ അപ്പനായ യാക്കോബ് യോസെഫിന് പകർന്നു കൊടുത്തു. പക്ഷേ യോസെഫ് ഇതെല്ലാം ഇങ്ങനെ ദിവസം തോറും ഇതിനെങ്ങനെ രുചിച്ചറിയുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് യോസെഫ് പിന്നെ നമുക്കറിയാം ഒത്തിരി കഷ്ടതകളിൽ കൂടെയൊക്കെ കടന്നു പോകുന്നതായ സാഹചര്യങ്ങൾ യോസെഫിൻ്റെ ജീവിതത്തിലൊക്കെ ഉണ്ടായെങ്കിലും യോസെഫിന് എന്നും യഹോവ നല്ലവൻ തന്നെയായിരുന്നു. ഹല്ലേലൂയ. മാത്രമല്ല ഈ പോത്തിഫറിൻ്റെ ഭവനത്തിലൊക്കെ ആയിരിക്കുമ്പോൾ പിന്നെ യോസെഫിനെ നിയന്ത്രിക്കാൻ ആരുമില്ല. അപ്പനോ സഹോദരങ്ങളോ അപ്പനോ ആരുമില്ല. അപ്പോൾ യോസെഫിന് എങ്ങനെ വേണോ പോകാം, അല്ലെങ്കിൽ ലോകത്തെ എത്രമാത്രം ആസ്വദിക്കാമോ അതിനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും കിട്ടിയപ്പോൾ യോസെഫ് അങ്ങനെ പാപത്തിൻ്റെ വഴിയിൽ അല്ലെങ്കിൽ ലോകത്തിൻ്റെ മോഹങ്ങളിലൊന്നും വീണു പോകാതെ വണ്ണം ദൈവത്തിൽ തന്നെ നിൽക്കുവാനിടയായതിൻ്റെ കാരണം യോസെഫ് ദൈവത്തെ രുചിച്ചറിഞ്ഞു. അപ്പോൾ ആ ദൈവത്തെ രുചിച്ചറിഞ്ഞപ്പോഴത്തേക്ക് യോസെഫിന് മനസ്സിലായി മറ്റെന്തെല്ലാം ലോകമായിട്ടുള്ള ജഡത്തിൻ്റെ സന്തോഷങ്ങൾ എന്തെല്ലാം കിട്ടിയാലും ആ സന്തോഷങ്ങൾക്കൊന്നും കർത്താവിനോടുകൂടെയുള്ള സന്തോഷത്തെക്കാൾ വിലമതിക്കാനായിട്ട് സാധ്യമല്ല എന്നുള്ളത് യോസെഫിന് മനസ്സിലായി. അതിൻ്റെ ഫലമായിട്ട് യോസെഫ് എവിടെ നിന്ദിക്കപ്പെട്ടോ, എവിടെ അപമാനിക്കപ്പെട്ടോ, എവിടെ അപവാദം കേൾക്കേണ്ടി വന്നോ അവിടെയെല്ലാം യോസെഫ് അധികമായി മാനിക്കപ്പെടുവാൻ തക്കോണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. യോസെഫിൻ്റെ ജീവിതത്തിൽ കടന്നതായ പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ ഒത്തിരിയാണ്, നമുക്കറിയാം. പക്ഷേ യോസെഫിനെ ദൈവം മാനിച്ചു. യോസെഫിനെ ഒരു അടുത്ത തലത്തിലേക്ക് ഉയർത്തിയപ്പോൾ പിന്നെ ആർക്കും അയ്യോ ഈ യോസെഫ് അന്ന് അങ്ങനെ ചെയ്തതല്ലേ, ഇങ്ങനെ ചെയ്തതല്ലേ, അങ്ങനെ ഒന്നും പറയാനായിട്ട് ഒറ്റ മനുഷ്യർ പോലും ഉണ്ടായില്ല. കാരണം യോസെഫിന് എപ്പോഴും ദൈവം നല്ലവനായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മളെപ്പോഴും അറിയേണ്ട ഒരു കാര്യം അതാണ്, നമുക്കെപ്പോഴും ദൈവം നല്ലവനായിരിക്കണം. നാം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ഓരോ മേഖലകളിലും ദൈവത്തെ രുചിച്ചറിയുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇയ്യോബ് ഇത്രയും കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലൂടെ പോയപ്പോഴും ഇയ്യോബ് വളരെ നിസ്സാരമായിട്ട് നിന്ന് പറയാണ്, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കാരണം ഇയ്യോബ് ദൈവത്തെ രുചിച്ചറിഞ്ഞ വ്യക്തിയായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ പല പ്രയാസങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോകുന്നവരായിരിക്കാം. പല വിഷയങ്ങൾക്കും പ്രാർത്ഥിച്ചിട്ടൊക്കെ മറുപടി ഇല്ല എന്നൊക്കെ വിചാരിക്കുന്നതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ ദൈവത്തെ രുചിച്ചറിയുന്നവരാണെങ്കിൽ അതൊന്നും നമ്മളെ ബാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നാം എപ്പോഴും ദൈവത്തെ രുചിച്ചറിയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി ശ്രമിക്കുന്നവരും നാം ഓരോ ദിവസങ്ങളും അധികമായി ദൈവത്തെ രുചിച്ചറിയുന്നവരും ദൈവമായിട്ടുള്ള ആ ബന്ധത്തിൽ അധികമായിട്ട് അധികരിക്കുന്നവരുമായി തീരുവാൻ തക്കവണ്ണം ദൈവം ഓരോ പ്രിയപ്പെട്ടവരെയും ഇടയാക്കി തീർക്കുമാറാകട്ടെ. തുടർന്ന് നമ്മൾ കണ്ടതിങ്ങനെയാണ്, യഹോവ കഷ്ട ദിവസത്തിൽ ശരണമാണ്. അപ്പോൾ സങ്കീർത്തനക്കാരനായ ദാവീദ് പറഞ്ഞു, യഹോവ നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അപ്പം കഷ്ടങ്ങളിൽ കർത്താവ് നമുക്ക് ഏറ്റവും അടുത്ത തുണയായി തീരണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തെ നമ്മുടെ സങ്കേതമാക്കി വെക്കണം. ദൈവം നമ്മുടെ ബലമായിട്ട് കാണപ്പെടണം. ഹല്ലേലൂയ. ഇവിടെ ശരണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു പാതുകാപ്പ്, അങ്ങനെയാണ് ശരണമെന്ന് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ കഷ്ടത ഒഴിഞ്ഞ ഒരു ജീവിതമില്ല. അതിനി ഒരു ദൈവ പൈതലായാലും ഒരു ലോക മനുഷ്യനായാലും കഷ്ടത എപ്പോഴുമുണ്ട്. കഷ്ടതയില്ലാത്തൊരു ജീവിതം ഈ ഭൂമിയിൽ ആർക്കും തന്നെ ഇല്ല. എല്ലാവരുടെ ജീവിതത്തിലും കഷ്ടതകൾ വരാം, സന്തോഷങ്ങൾ വരാം. ഇതെല്ലാം ഇങ്ങനെ മാറി 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 തന്നെ വരത്തുള്ളൂ. പക്ഷേ ഒരു ദൈവ പൈതലിനാണെങ്കിൽ ഓരോ കഷ്ടതയുടെ മധ്യത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും ദൈവ പൈതലിനൊരു പ്രത്യാശയുണ്ട്. അതായത് ഈ കഷ്ടതയും കടന്നു പോകാനായിട്ടുള്ള ഈ കഷ്ടതയുടെ മധ്യയും എന്നെ കൈപിടിച്ച് നടത്താൻ തക്കതായിട്ട് എനിക്ക് ശരണം നൽകുവാൻ, എനിക്കൊരു അഭയം നൽകുവാൻ തക്കവണ്ണം ഒരു കർത്താവുണ്ടെന്നുള്ളതാണ് ഒരു ദൈവ പൈതലിൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ. ഹല്ലേലൂയ. നമുക്ക് നോക്കാം, ഈ ദാനിയേൽ ഇങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത് മൂലമായിട്ട് ദാനിയേൽ ഇങ്ങനെ ഒരു കഷ്ടതയിലേക്ക് അകപ്പെട്ടു പോവുകയാണ്. അല്ലെങ്കിൽ ദാനിയേലിനെ സിംഹങ്ങളുടെ കുഴിയിലേക്ക് തള്ളിയിടുവാൻ തക്കവണ്ണം രാജാവിൻ്റെ കൽപ്പനയൊക്കെ പുറപ്പെടുവിച്ചു. അപ്പം രാജാവിൻ്റെ കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ ദാനിയേൽ ടെൻഷനൊന്നുമില്ല. ദാനിയേൽ സാധാരണ ചെയ്തു വരുന്നത് പോലെ തന്നെ ദാനിയേൽ ഇങ്ങനെ ഓരോ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ദാനിയേലിനൊരു കാര്യം അറിയാം, രാജാവിൻ്റെ കൽപ്പനകളെക്കാൾ അധികമായിട്ട് ദൈവത്തിൻ്റെ ഒരു ആശ്രയം, ദൈവത്തിൻ്റെ ഒരു ശരണം ദാനിയേലിനുണ്ടെന്നുള്ളത് ദാനിയേലിനറിയാം. അതുപോലെ തന്നെ
അതിൻ്റെ ഫലമായിട്ട് ദാനിയേലിനെ ഇങ്ങനെ സിംഹക്കുഴിയിൽ ഇടാനായിട്ട് പോകുമ്പോൾ ഒരിക്കലും ദൈവം ആ കുഴിയിൽ നിന്ന് സിംഹത്തിനടുത്ത് മാറ്റുകയല്ല ചെയ്തത്. പകരം സിംഹങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ തൻ്റെ ദാസനായ ദാനിയേലിനെ ആ സിംഹങ്ങൾ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ വണ്ണം ദൈവം സൂക്ഷിക്കുവാൻ അല്ലെങ്കിൽ ദൈവം സംരക്ഷിക്കുവാൻ തക്കവണ്ണമാണ് ഇടയായിത്തീർന്നത്. ഹല്ലേലൂയ. യഹോവയിൽ ആശ്രയിക്കുന്നവർ അല്ലെങ്കിൽ യഹോവയെ രുചിച്ചറിയുന്നവരെ, യഹോവ നല്ലവരെന്ന് പറയാൻ സാധിക്കുന്നവരെ യഹോവ അവരുടെ കഷ്ടതയിൽ സഹായിക്കും. അവരുടെ കഷ്ടത്തിലൊരു ആശ്രയമായിരിക്കും അല്ലെങ്കിൽ കഷ്ടത്തിലൊരു ശരണമായിരുന്നു ദൈവം അവരെ വഴി നടത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മൾ അടുത്ത് ചിന്തിച്ചത് യഹോവയിൽ ആശ്രയിക്കുന്നവരെ യഹോവ അറിയുന്നു. അപ്പം നമുക്കിപ്പോൾ ഇവിടെ ആയിരിക്കുന്ന ആരെയും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല, ചിലരെയൊക്കെ പേരുകളൊക്കെ അറിയാം. പക്ഷേ എന്നാൽ ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരെയും കൃത്യമായിട്ടും അറിയുന്നതായിട്ടൊരു കർത്താവ് നമുക്കുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഈ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെ അറിയാം, നിങ്ങളുടെ പേരുകൾ അറിയാം, നിങ്ങൾ എവിടെ നിന്ന് വന്നു എന്നറിയാം, നിങ്ങളുടെ ഹൃദയത്തിൽ ഓരോ ചിന്തകൾ അറിയാം, ദൈവസന്നിധിയിലുള്ള നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയാം. ഇതൊക്കെയും കൃത്യമായിട്ട് അറിയുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ നാം ദൈവസന്നിധിയിൽ ഒരു വിഷയത്തിനായിട്ട് ദൈവസന്നിധിയിൽ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ ആ ദൈവം ആ വിഷയത്തിന്മേൽ നമുക്ക് മറുപടി നൽകുമെന്ന് മാത്രമല്ല നമ്മളെ കൃത്യമായിട്ട് അറിയും. അതുകൊണ്ട് നമുക്ക് എപ്പോഴാണ് ഒരു വിഷയത്തിൻ്റെ ഒരു മറുപടി നൽകേണ്ടത് എന്നതും കർത്താവിന് കൃത്യമായിട്ടും അറിയാം. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തെ ആശ്രയിച്ചിട്ടാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ ചിലപ്പോഴൊക്കെയും നമ്മൾ പ്രതീക്ഷിച്ച സമയത്ത് നമ്മുടെ പ്രാർത്ഥനകൾക്കൊന്നും മറുപടി കിട്ടത്തില്ലായിരിക്കാം. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നമ്മൾ കാര്യങ്ങളെല്ലാം മുൻപോട്ട് പോകത്തില്ലായിരിക്കാം. പക്ഷേ ദൈവത്തിന് അറിയാം കൃത്യമായിട്ട്, നമ്മൾ ഓരോരുത്തരെയും നന്നായിട്ട് അറിയുന്ന കർത്താവിനറിയാം ഈ വിഷയങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിലൂടെ എൻ്റെ ഒരു പൈതൽ കടന്നു പോകുമ്പോൾ എവിടെയാണ് ആ വിഷയത്തിനൊരു മറുപടി നൽകേണ്ടത്, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഉള്ള വരായികകളെല്ലാം കർത്താവ് കൃത്യമായിട്ടും അറിയുന്നു. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെയും ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും അല്ലെങ്കിൽ നാം പ്രതീക്ഷിക്കുന്നത് പോലത്തെ മറുപടികളൊക്കെ കിട്ടുന്നില്ലെങ്കിലും നമ്മളെ യഥാർത്ഥമായി അറിയുന്ന കർത്താവ് യഥാർത്ഥമായി കൃത്യമായി തന്നെയാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. ഈ തീച്ചൂളയിൽ തള്ളപ്പെട്ടതായ 3 ബാലന്മാർ അവരും കർത്താവ് കൃത്യമായി യഥാർത്ഥമായിട്ട് അവരറിഞ്ഞു. അവർ യഹോവയിൽ ആശ്രയിച്ചതുകൊണ്ട് ദൈവം അവരെ കൈവിട്ടില്ല. ഹല്ലേലൂയ. ഈ രാജാവ് ഇങ്ങനെ നെബൂഖദ്നേസർ രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ നെബൂഖദ്നേസർ രാജാവൊക്കെ ഇവരോട് ഈ 3 ബാലന്മാർ താൻ നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കാൻ പറഞ്ഞു. ഇവർ നമസ്കരിക്കുന്നില്ല. അപ്പോൾ ഈ നെബൂഖദ്നേസർ രാജാവ് ആശ്രയിക്കുന്നത് ആരെയാണ്? തീയിനെയാണ് നെബൂഖദ്നേസർ രാജാവ് ആശ്രയിച്ചിട്ട് ഈ തീയിലിട്ട് ഈ 3 ബാലന്മാരെ കൊന്നുകളയുക അല്ലെങ്കിൽ കത്തിച്ച് കളയുക എന്നുള്ളതാണ് ഈ രാജാവിൻ്റെ ഒരു തീരുമാനം. പക്ഷേ ഈ ബാലന്മാർ അവർ മനുഷ്യരിലൊന്നുമല്ല ആശ്രയിച്ചത്. അവർ ഇങ്ങനെ ഒരു കൽപ്പന വന്നപ്പോൾ വേറെ ആരടുത്തും ചെന്ന് അവർക്ക് വേണ്ടി ഒരു റെക്കമെൻഡേഷൻ ഒന്നും പോയില്ല. അവർ പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവർ ആ അഗ്നി ചൂളയിൽ ആ തീയിൽ വീണെങ്കിലും അവർക്ക് ഒരു പോറൽ പോലും ഏൽക്കുവാൻ തക്കവണ്ണം ദൈവം അനുവദിച്ചില്ല എന്ന് മാത്രമല്ല 3 ബാലന്മാരാണ്. അവർ ഒരു തരത്തിലും അത് വിഷമിച്ചു പോകരുത് അല്ലെങ്കിൽ അവർക്കത് ഒരു ഒറ്റപ്പെടലായിട്ട് തോന്നരുതെന്ന് പറഞ്ഞ് കർത്താവ് തന്നെ അവരൊപ്പം ഇറങ്ങി വന്ന് അവരോടൊപ്പം ആയിരുന്നതായിട്ടാണ് നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ തക്കവണ്ണം ഇടയാകുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നാം മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും നല്ല കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ കേട്ട വചനത്തിൽ ഇപ്രകാരമാണ്, യഹോവ നല്ലവനെന്ന് നാം പറയണമെങ്കിൽ നാം യഹോവയെ രുചിച്ചറിയുന്നവരായിരിക്കണം. അപ്രകാരം യഹോവയെ രുചിച്ചറിഞ്ഞ ഒരു വ്യക്തിക്ക് കഷ്ടത വരുമ്പോൾ അതിലൊരു ശരണം കർത്താവ് നൽകും. കർത്താവിൽ ആശ്രയിക്കുമ്പോൾ കർത്താവ് കൃത്യമായിട്ടും ആ വ്യക്തിയെ അറിയുവാൻ തക്കവണ്ണം ഇടയാകും. അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് യഹോവയെ യഥാർത്ഥമായി രുചിച്ചറിഞ്ഞ ഒരു വ്യക്തിക്ക് ഈ കഷ്ടതകളൊന്നും ഒരു കാര്യമായിട്ട് തോന്നത്തില്ല. അതൊക്കെ സാരമില്ല എന്ന് എണ്ണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. അപ്രകാരം തന്നെ ദൈവം ഓരോ പ്രിയപ്പെട്ടവരെയും സഹായിക്കുമാറാകട്ടെ. നാം ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അല്പം പോലും അകന്നു പോകാതെ വണ്ണം ഓരോ ദിവസങ്ങളും അധികമായി ദൈവത്തിൽ വർദ്ധിച്ചു വരുവാൻ, ദൈവത്തിൻ്റെ കൃപകളെ ധ്യാനിക്കുവാനൊക്കെയും ദൈവം നമുക്കിടയാക്കി തീർക്കട്ടെ. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു അപ്പനും മകനും
ഒരു പാലം കിടക്കുകയാണ്. പാലം കടന്നു പോകുമ്പോൾ ഈ അപ്പൻ മകൻ്റെ കയ്യിൽ പിടിക്കാനായിട്ടൊക്കെ ശ്രമിക്കുമ്പോഴത്തേക്ക് മകൻ അതങ്ങോട്ട് സമ്മതിക്കുന്നില്ല. ഇല്ല, ഞാൻ അപ്പനെ പിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ യാത്ര ചെയ്തു പോവുകയാണ്. യാത്ര ചെയ്യുന്ന പോയി കുറേ ദൂരം ചെന്നപ്പോഴത്തേക്കും ഒരു ശക്തമായിട്ടുള്ളൊരു കാറ്റും ഒരു മഴയും ഒരു ഇടിമിന്നലോടുകൂടെയൊക്കെ ഭയങ്കര ഇതായിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും ഈ ബാലൻ മനസ്സിലായി ഭയങ്കര ഇരുട്ടും ഒക്കെ ആയി. അപ്പോൾ ഈ കുഞ്ഞ് പെട്ടെന്ന് അപ്പൻ്റെ കയ്യിൽ നിന്ന് വിടുന്നതായിട്ട് തോന്നിയപ്പോഴത്തേക്ക് ഈ ബാലൻ കിടന്ന് നിലവിളിച്ച്, അപ്പാ എന്നെ സഹായിക്കണമേ നിലവിളിച്ചപ്പോഴത്തേക്ക് ഈ ബാലൻ നിലവിളിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അപ്പൻ പെട്ടെന്ന് ഈ മകനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കാം. അപ്പം അതുപോലെ തന്നെയാണ് നാം ഓരോരുത്തരും നമ്മളെപ്പോഴും നമ്മുടെ വിഷയങ്ങളുമായിട്ട് ദൈവം നമ്മളെ കരങ്ങളെ പിടിക്കുന്നതിന് പകരം നാം എപ്പോഴും ദൈവത്തിൻ്റെ കരങ്ങളെ പിടിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പം നമ്മുടെ ഒരു വിഷയമുണ്ടെങ്കിൽ ഞാനത് ദൈവത്തിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കാം. അങ്ങനെ നമ്മൾ ശ്രമിക്കുമ്പോൾ അത് നമ്മൾ കർത്താവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ നിന്നൊക്കെ വിട്ടുപോകാനായിട്ടൊക്കെയും സാധ്യതയുണ്ട്. നമുക്കെതിരായിട്ടൊരു പ്രയാസങ്ങളോ ഒരു പ്രതിസന്ധികളോ അല്ലെങ്കിൽ ഒരു കഷ്ടതയൊക്കെ വരുമ്പോൾ നാം അറിയാതെ ചിലപ്പോൾ ആ ബന്ധത്തിൽ നിന്ന് അകന്നു പോകാനായിട്ട് ഇടയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും നമ്മുടെ വിഷയങ്ങളെ, നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ ചിന്തകളെല്ലാം നാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കണം. ആ കർത്താവാണ് നമ്മുടെ കരങ്ങളെ പിടിക്കുന്നതെങ്കിൽ നാം കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയാകും. എപ്പോഴും ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട് എന്നുള്ളൊരു ശബ്ദം നമുക്ക് കേൾപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമ്മൾ ഈ ആയിരിക്കുന്നതായ ലോകത്തിൽ പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ ഒത്തിരി ഉണ്ട്. പക്ഷെ അതിൻ്റെ മധ്യമൊക്കെയും ദൈവം നമ്മളെ കരം പിടിച്ച് നടത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. നമ്മൾ വീണ്ടും ദൈവസന്നിധിയിൽ നമ്മളിങ്ങനെ ഓരോ വിഷയങ്ങളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരാണ്, ഓരോ വിഷയങ്ങളും ദൈവസന്നിധിയിൽ പറയുന്നവരാണ്. നമ്മളിങ്ങനെ ദൈവസന്നിധിയിലൊക്കെ ചിലപ്പോഴൊക്കെയും ആരെയും കാണാതെയൊക്കെയും അല്ലെങ്കിൽ ചില വിഷയങ്ങൾ നമുക്ക് എല്ലാവരോടും പറയാൻ പറ്റുന്ന വിഷയങ്ങളൊന്നും ആയിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴും നാം ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചാൽ, നാം ദൈവത്തിൽ പൂർണ്ണമായിട്ട് പറ്റി നിന്നാൽ ദൈവം നമുക്ക് നൽകുന്ന ആശ്വാസം മറ്റു ഒരിടത്തുനിന്നും കിട്ടാത്തതായിട്ടുള്ളൊരാശ്വാസമാണ് നമുക്ക് ദൈവത്തിൽ നിന്നും ലഭിക്കുന്നത്. ഹല്ലേലൂയ. ഇന്നിവിടെ വന്നിരിക്കുന്നതായിട്ടുള്ള എല്ലാവർക്കും ഒരു പ്രശ്നങ്ങളല്ല, പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോകുന്നവരുണ്ട്. അപ്പം ആ പ്രശ്നങ്ങളെയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഒത്തിരി നാളായിട്ടൊക്കെ പ്രാർത്ഥിച്ചിട്ട് ദൈവം ഒരു മറുപടി നൽകുന്നില്ല എന്നൊക്കെയുള്ള ചിന്തകൾ കാണാം. പക്ഷെ അതൊക്കെ നാം ഈ പൽക്കാലം ദൈവത്തിൻ്റെ കരങ്ങൾ സമർപ്പിച്ചാൽ, നാം ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചാൽ, ആ ദൈവത്തെ നമ്മൾ അധികമായി രുചിച്ചറിയുവാൻ തക്കവണ്ണം നമ്മൾ ശ്രമിക്കുകയും അതിനുവേണ്ടി ആഗ്രഹിക്കുകയും ചെയ്താൽ ദൈവം നമ്മളെ നടത്തുമെന്ന് മാത്രമല്ല, ദൈവം നമ്മളെ അധികമായിട്ട് മാനിക്കുകയും ദൈവനാമത്തിനു വേണ്ടി അധികമായിട്ട് നമ്മളെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. വചനം പറയുന്നത് ഇങ്ങനെയാണ്: യഹോവയിൽ ആശ്രയിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ദൈവം അറിയുന്നു, അത് കഷ്ടതയിൽ അവൻ ശരണമാണ്, യഹോവ നല്ലവനാണ്. അപ്രകാരം ഈ പൽക്കാലം യഹോവ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞുകൊണ്ട് യഹോവയ്ക്ക് വേണ്ടി മുന്നേറുവാൻ തക്കോണം ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് തുടർന്നും ദൈവസന്നിധിയിൽ എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കരങ്ങളെ തട്ടി ഒരു പാട്ടിൻ്റെ ഈരടികൾ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. നമുക്ക് ഈ പൽക്കാലം നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കാം. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. നാം എങ്ങനെയാണ് ആ ദൈവത്തെ ഒന്ന് രുചിച്ചറിയുന്നത്? ആ ദൈവത്തെ രുചിച്ചറിയുവാൻ തക്കവണ്ണം ദൈവം നമ്മൾ ഓരോരുത്തരെയും ഇടയാക്കി തീർക്കുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം.